വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ. 13 വർഷത്തിന് ശേഷം ക്രിക്കറ്റിൽ ഒരു ലോകകപ്പ് ഇന്ത്യക്ക് ഇന്നലെ. ആദ്യ 2020 വേൾഡ് കപ്പ് നേടിയ ശേഷം 17 വർഷം കഴിഞ്ഞ് ഒന്നുകൂടി ഇന്നലെ ഇന്ത്യ കരസ്ഥമാക്കി. രണ്ടാമത്തെ വൺ ഡേ വേൾഡ് കപ്പ് നേടിയ ശേഷമുള്ള 13 വർഷം കഴിഞ്ഞ് വീണ്ടും വിജയം ഇന്ത്യ കൈപ്പിടിയിലൊതുക്കി, അതും ഇന്നലെ. 2020ലും ടെസ്റ്റിലും 2023 രണ്ട് ഹൃദയഭേദകമായ പരാജയങ്ങൾക്ക് ശേഷം ഏറെ മധുരിക്കുന്ന ഒരു വിജയം ഇന്ത്യ കരസ്ഥമാക്കി ഇന്നലെ. ഏറെക്കാലത്തെ കിരീട വരൾച്ചയ്ക്ക് ശേഷം സൗത്ത് ആഫ്രിക്കയെ വെറും 7 റൺസിന് തറപ്പറ്റിച്ച ഇന്ത്യ വിജയ് കിരീടം അങ്ങനെ ചൂടുകയും ചെയ്തു, അതും ഇന്നലെയായിരുന്നു. ആ മത്സരത്തെപ്പറ്റി പറഞ്ഞാൽ റിയൽ പൾസേറ്റിംഗ് ത്രില്ലർ ഫോർ ദി ഏജസ് അറ്റ് ബാർബഡോസ് ഇൻ വെസ്റ്റ് ഇൻഡീസ്. വിരാട് കോഹ്ലി വാസ് ക്രൗൺഡ് ആസ് പ്ലെയർ ഓഫ് ദി മാച്ച് ആൻഡ് ജസ്പ്രീത് ബുംറ പ്ലെയർ ഓഫ് ദി സീരീസ്. ദേ വെർ ക്രൗൺഡ് ലൈക്ക് ദാറ്റ്. ലോകത്തിൽ തീർത്ത 2020 ലോകകപ്പിൽ മോഹത്തിൽ മിനുക്കുമണി തീർത്ത് സ്വന്തമാക്കി ഇന്ത്യ ഇന്നലെ. 2007 2020 കിരീടം അന്ന് പാകിസ്ഥാനെതിരായി ഇരുന്നു എങ്കിൽ, ഫൈനലിൽ പാകിസ്ഥാനായിരുന്നു എതിരാളികൾ എങ്കിൽ, ആ മത്സരം സൗത്ത് ആഫ്രിക്കയിലായിരുന്നു നടന്നിരുന്നത് എങ്കിൽ, ഇന്നലത്തേത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയായിരുന്നു. അത് ബാർബഡോസിൽ വെച്ചായിരുന്നു, വെസ്റ്റ് ഇൻഡീസിലെ ബാർബഡോസിൽ. ഇത്തരം വെസ്റ്റ് ഇൻഡീസ് എന്താണെന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കേണ്ടതുണ്ട്. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല, പല രാജ്യങ്ങളുടെ, കൃത്യമായി പറഞ്ഞാൽ 28 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് വെസ്റ്റ് ഇൻഡീസ്. ജമൈക്ക, പ്യൂർട്ടോറിക്കോ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ഗ്രനേഡ, ബഹാമാസ്, ബാർബഡോസ്, ഹെയ്ത്തി, ക്യൂബ, അങ്ങനെ 28ഓളം രാജ്യങ്ങൾ ഒന്ന് ചേർന്ന് അവരെ കൂട്ടായ്മ ആണ്. ആ കൂട്ടായ്മയുടെ പേരാണ് ദ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത്. അങ്ങനെ വെസ്റ്റ് ഇൻഡീസിലെ ബാർബഡോസിൽ വെച്ചായിരുന്നു ഇന്നലത്തെ ഫൈനൽ മത്സരം നടന്നത്. ഈ മത്സരത്തോടെ വിരാട് കോഹ്ലി 2020 മത്സരങ്ങളോട് വിട പറയുകയാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അതേ വഴി തിരഞ്ഞെടുത്തു. ദേ സൈൻഡ് ഓഫ് ഇൻ സ്റ്റൈൽ. വിരാട് കോഹ്ലിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇറ്റ് വാസ് എ സ്റ്റഫ് ഓഫ് എ ഡ്രീം. വൺ ഡേ യു വിൽ ഫീൽ ലൈക്ക് യു ക്യാൻ ഗെറ്റ് എ റൺ ആൻഡ് ദെൻ ദിസ് തിങ് ഹാപ്പൻസ്. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഇറ്റ് വാസ് മൈ ലാസ്റ്റ് 2020 ഫോർ ഇന്ത്യ. ടൈം ഹാസ് കം ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ ടു ടേക്ക് ദ ഗെയിം ഫോർവേഡ് എന്നാണ് അദ്ദേഹം ഇന്നലെ വളരെ വികാരഭരിതനായി ടി വിയിലൂടെ നമ്മോട് പറഞ്ഞത്. ഓൾസോ ഇറ്റ് വാസ് എ ബിഫിറ്റിംഗ് ഫെയർവെൽ ഫോർ ദി eminent player and coach and now coach Rahul Dravid, who never won a World Cup in his distinguished career as a player, finally bagged a World Cup title in his last assignment as Team India coach. പ്രശസ്ത കളിക്കാരനായി കളം നിറഞ്ഞ് കളിച്ചിരുന്ന രാഹുൽ ദ്രാവിഡ് അവസാനം കോച്ച് എന്ന രീതിയിൽ വിജയ് കിരീടം ചൂടി ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കി. അദ്ദേഹവും നമ്മോട് ഈ കോച്ച് എന്നുള്ള സ്ഥാനത്ത് നിന്ന് വിട പറയുകയാണ്. അദ്ദേഹം അടുത്ത തവണ ഉണ്ടാകുമോ എന്ന് സെലക്ടർമാർ അദ്ദേഹത്തെ നിയമിക്കുമോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. വി ലവ് ഇന്ത്യ, വി ലവ് ദ്രാവിഡ് ടു. നാം ഡാവിഞ്ചി കോഡിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഈ വിജയത്തെ നമുക്ക് ദ്രാവിഞ്ചി കോഡ് എന്ന് വിളിച്ച് ആഹ്ലാദിക്കാം. ഇനി മത്സരത്തിലെ ചില 10 പോയിൻറ്റ്സിനെ പറ്റി നമുക്ക് പറയാനുണ്ട്. അവസാന ഓവറിൽ ജയിക്കാൻ 16 റൺസ് വേണമായിരുന്നു. ഹാർദിക് പാണ്ഡ്യ എറിയാനെത്തുന്നു. ആദ്യ പന്തിൽ ബാറ്റ് ചെയ്യുന്നത് ഡേവിഡ് മില്ലർ. 6-നായി ശ്രമിച്ച പന്ത് ഉയർത്തിയടിക്കുന്നു. പന്ത് വരുന്നതും ലക്ഷ്യമാക്കി അവിടെ സൂര്യകുമാർ യാദവ് ഉണ്ടായിരുന്നു. അടിക്കാൻ ശ്രമിച്ച പന്ത് സൂര്യകുമാർ യാദവ് ആദ്യം കയ്യിലൊതുക്കുന്നു. ബൗണ്ടറി ലൈനിലേക്ക് താൻ കടക്കുമെന്നായപ്പോൾ സൂര്യകുമാർ പന്ത് മുകളിലേക്ക് എറിയുന്നു. തിരിച്ച് മൈതാനത്തിനകത്തെത്തി മുകളിലേക്ക് എറിഞ്ഞ് ബൗണ്ടറി ലൈനിന് പുറത്ത് വന്ന് കയ്യിലൊതുക്കുന്നു.
ക്രിക്കറ്റിൻ്റെ തന്നെ അത്ഭുത ക്യാച്ചുകളിലൊന്നായി, വണ്ടർ ക്യാച്ചുകളിലൊന്നായി ദക്ഷിണാഫ്രിക്കയിൽ നാം ഇന്നലെ കണ്ട അത്ഭുതം. ദക്ഷിണാഫ്രിക്ക സ്വാഭാവികമാണ് TV പരിശോധന ആവശ്യപ്പെട്ടു. TV അമ്പയറുടെ പരിശോധനയിൽ ബാറ്റ്സ്മാൻ ഔട്ട് എന്ന് തെളിഞ്ഞതോടെ ഗാലറിയിലും ഗ്രൗണ്ടിലും ഇന്ത്യൻ ക്യാമ്പിലും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഇടയിലും ആഹ്ലാദം തിരതല്ലി. ഇന്ത്യക്ക് ലോകകപ്പ് നേടാൻ സഹായിച്ചത് സൂര്യകുമാർ യാദവിൻ്റെ ഈ അത്ഭുത ക്യാച്ചാണ്, ഒരു വണ്ടർ ക്യാച്ചാണ്. അതോടെ മില്ലർ പോയതോടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് അടിതെറ്റി. പിന്നെ ഒരു തിരിച്ചുവരവ് അവർക്ക് ഉണ്ടായില്ല. ഇനി ഒരു മലയാളി ടച്ചിൻ്റെ കാര്യം കൂടി നാം ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. ടീമിലൊരു മലയാളി ഉണ്ടോ ഇന്ത്യക്ക് ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം കിട്ടും എന്ന് ഉറപ്പാണ് എന്ന് നാം പറയാറുണ്ട്. ഇത്തവണ ഭാഗ്യം ഇതായിരുന്നു. ഈ ഭാഗ്യം നമ്മൾ ഇന്നലത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. സഞ്ജു സാംസണാണ് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല. ആദ്യത്തെ 11 അദ്ദേഹം ഉണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹം ടീമിൻ്റെ ഭാഗമായിരുന്നു. ഇന്ത്യ ആദ്യമായി 1983 ലോകകപ്പ് ട്രോഫി നേടുമ്പോൾ അന്ന് സുനിൽ വത്സൻ എന്ന കണ്ണൂർക്കാരൻ മലയാളിയായി ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഫാസ്റ്റ് ബൗളറായിരുന്നു അദ്ദേഹം. അന്ന് അദ്ദേഹത്തിന് ഒരു മത്സരം പോലും കളിക്കാൻ ഭാഗ്യമുണ്ടായില്ല. എങ്കിലും ടീമിൻ്റെ ഭാഗമായി കിരീട നേട്ടത്തിൽ അദ്ദേഹം തൻ്റെ പങ്കുവഹിച്ചു എന്നുള്ളത് നമുക്ക് ആഹ്ലാദകരമായ കാര്യമാണ്. അതിനുശേഷം 2007 ഇന്ത്യ ആദ്യ T20 ലോകകപ്പ് വിജയിച്ചപ്പോൾ പേസ് ബൗളർ എസ് ശ്രീശാന്ത് ഇന്ത്യൻ ടീം അംഗമായിരുന്നു. അന്ന് ശ്രീശാന്ത് ഫൈനലിൽ കിരീടം ഉറപ്പിച്ച ക്യാച്ച് നേടി വിജയ നിമിഷത്തിൻ്റെ ഭാഗമായതും നാം ഓർക്കുന്നുണ്ടാവും. 2011 ഏകദിനത്തിലും കൊച്ചി സ്വദേശിയായ ശ്രീശാന്ത് മലയാളി സാന്നിധ്യമായി ടീമിലുണ്ടായിരുന്നു. ഇത്തവണ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലെത്തിയപ്പോൾ തന്നെ ഇന്ത്യ കിരീടം നേടുമെന്ന ഒരു മോഹം, ഒരു വിശ്വാസം മലയാളികൾക്ക് ഉണ്ടായിരുന്നു. അത് സാക്ഷാത്കരിക്കുകയും ചെയ്തു. ആദ്യ 11 അവസരം ലഭിച്ചില്ലെങ്കിലും ടീമിന് ഭാഗ്യം എത്തിക്കുന്നതിൽ സഞ്ജു സാംസൺ തൻ്റെ സാന്നിധ്യം കൊണ്ട് പങ്കുവഹിച്ചു എന്ന് നമുക്ക് ആശ്വസിക്കാം. കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ അഹമ്മദാബാദിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടുന്നു. ജസ്പ്രീത് ബുംറയുടെ ഫുൾ ലെങ്ത്തിൽ ആഴ്ന്നിറങ്ങിയ ഒരു പന്തിനെ ബൗണ്ടറി കടത്തുന്നു പാക് ഓപ്പണർ അബ്ദുള്ള ഷഫീഖ്. പിച്ചിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു സഹായവുമില്ലെന്ന് മനസ്സിലാക്കിയ ബുംറ തന്ത്രം മാറ്റി. ആ കളിയിലുടനീളം ബാറ്റ്സ്മാൻമാരുടെ മുട്ടിന് താഴേക്ക് പന്ത് പോകാതിരിക്കാൻ പന്തുകൾ ബാക്ക് ഓഫ് ലെങ്ത്തിലേക്ക് മുട്ടിന് താഴേക്ക് പോകാതിരിക്കാൻ പന്തുകൾ ബാക്ക് ഓഫ് ലെങ്ത്തിലേക്ക് മാറ്റി. മറ്റു ബൗളർമാരും ഒരു പരിധിവരെ ഇതിന് ശ്രമിച്ചു. സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് തന്ത്രം മാറ്റുകയും അത് കൃത്യതയോടെ എക്സിക്യൂട്ട് ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുന്നു. ബുംറയുടെ തന്ത്രത്തെ നാം അഭിനന്ദിച്ചേ പറ്റൂ. ജസ്പ്രീത് ബുംറയുടെ ബൗളിംഗ് അതിനെ ഡീകോഡ് ചെയ്യാൻ ഏറെക്കാലമായി ബാറ്റ്സ്മാൻമാരും ക്രിക്കറ്റ് വിദഗ്ധരും ശ്രമിക്കുന്നു. കളി മികവ് പോലെ തന്നെ അവർ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്: ബുദ്ധികൂർമ്മത, പേസ്, വേരിയേഷൻ, യോർക്കർ, വൈഡ് യോർക്കർ, സ്ലോ ബോൾ, ബൗൺസർ, ഇരുവശത്തേക്കുമുള്ള സ്വിംഗ് തുടങ്ങിയ എന്താവും ഒരു പിച്ചിന് യോജിക്കുക എന്നത് ബുംറ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ തൻ്റെ വജ്രായുധമായ യോർക്കർ ഈ ലോകകപ്പിൽ അധികം ഉപയോഗിക്കാത്തതും പിച്ചുകളുടെ സ്വഭാവം മൂലമാണ്. ഏറെയും ബാക്ക് ഓഫ് എ ലെങ്ത്തിൽ ബോളുകളാണ് ബുംറ ഇത്തവണ അധികവും എറിഞ്ഞത്. ബുംറയുടെ അൺഓർത്തഡോക്സ് ബൗളിംഗ് ആക്ഷനും ശരീരഭാരം ക്രമീകരിക്കുന്നതിലെ കൃത്യതയുമാണ് ബോളുകൾ അപകടകരമാകാൻ ഏറെ കാരണമെന്ന് പറയപ്പെടുന്നു. ഉറച്ച കാൽവെപ്പുകൾ എന്ന ഭാഷാപ്രയോഗം ബുംറയുടെ കാര്യത്തിൽ കൃത്യമാണ്. നിലത്തുറപ്പിച്ച പോലുള്ള കാലുകൾ അദ്ദേഹത്തിന് ബോൾ ഡെലിവറിയെ സ്വാധീനിക്കുന്നു. കൈമടങ്ങാതെ വളരെ നീട്ടിയാണ് ഹൈപ്പർ എക്സ്റ്റൻഡ് ആം അദ്ദേഹത്തിൻ്റെ. ഏറെ വിപ്ലാഷ്, അതായത് ഒരു ചാട്ടവാറടി പോലെയാണ് പന്ത് റിലീസ് ചെയ്യപ്പെടുന്നത്. മറ്റേ കൈ ഭൂമിയിൽ നിന്ന് കൃത്യം ലംബമായിരിക്കും. ബൗളർമാർ സാധാരണ മുന്നിലെ കാൽ ലാൻഡ് ചെയ്യുന്ന
സ്ഥലത്തിന് തൊട്ട് മുന്നിൽ നിന്നാണ് പന്ത് റിലീസ് ചെയ്യുന്നത്. ബുംറ അങ്ങനെയല്ല. കാൽ ലാൻഡ് ചെയ്യുന്നതിൽ നിന്ന് ലംബമായി ഒരു വരയിട്ടാൽ അതിൽ നിന്ന് 35-45 സെൻറ്റിമീറ്റർ മുന്നിൽ നിന്നാണ് പന്ത് പുറപ്പെടുക. കൈയുടെ പൊസിഷനാണ് ഇതിന് അദ്ദേഹത്തെ സഹായിക്കുന്നത്. ബാറ്റിലേക്കുള്ള ദൂരം കുറയുന്നതോടെ അദ്ദേഹം വിചാരിക്കുന്നതിലും വേഗം പന്ത് ബാറ്റ്സ്മാൻ്റെ അടുത്തെത്തും. നമുക്ക് ഇത്തവണത്തെ ചില സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇങ്ങനെയൊരു കണക്ക് അപൂർവമാകും. ഫൈനൽ വരെയുള്ള 7 കളികളിൽ ബുംറ വിട്ടുകൊടുത്തത് 8 4ഉം 2 6ഉമാണ്. വിക്കറ്റിൻ്റെ എണ്ണമാണെങ്കിൽ 13-ൽ നിൽക്കുന്നു. ഒരു ബാറ്റ്സ്മാനെ വിക്കറ്റിനായി ബുംറ സെറ്റ് ചെയ്യുന്നത് ഒരു നയനമനോഹരമായ കാഴ്ചയാണ്. ടെസ്റ്റിലാണ് ഇത് കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഈ കഴിവ് പ്രകടമാകുന്നത്. തുടർച്ചയായി ഷോട്ട് ഓഫ് എ ലെങ്ത് എറിഞ്ഞ് ബാറ്റ്സ്മാൻമാരെ ബാക്ക് ഫുട്ടിൽ കളിക്കാൻ അദ്ദേഹം പ്രേരിപ്പിക്കുന്നു. തുടർന്നാവും വെട്ടിത്തിരിഞ്ഞുള്ള ഒരു ഓഫ് കട്ടർ എത്തുക. ഒന്നുകിൽ ബാറ്റ്സ്മാൻ LBW അല്ലെങ്കിൽ ക്ലീൻ ബൗൾഡ്. കഥ തീർന്നു. ഒരു സ്റ്റമ്പെങ്കിലും വീഴാതെയുണ്ടെങ്കിൽ ഭാഗ്യമെന്നേ പറയാൻ പറ്റൂ. ബാറ്റ്സ്മാൻമാരെ ഇരകളായി കണക്കാക്കിയാൽ ബുംറയൊരു സീരിയൽ കില്ലറാണ് എന്ന് പറയേണ്ടി വരും. അതായത് ഇരയെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു തരം ആധുനിക മോഡസ് ഓപ്പറാൻഡി അദ്ദേഹത്തിന് സ്വതസിദ്ധമായി ഉണ്ടെന്ന് നമുക്ക് തീർച്ചയായും പറയേണ്ടി വരും. അദ്ദേഹത്തിൽ ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് ഒളിച്ചിരിപ്പുണ്ട്. അതാണ് ഇവിടെ ഇന്നലെ അദ്ദേഹം പ്രകടമാക്കിയത്. ഇപ്പോൾ നിങ്ങൾ സമ്മതിക്കുമോ ബുംറ ഒരു സീരിയൽ കില്ലറാണ് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം? അത് അദ്ദേഹം ഒരു സീരിയൽ കില്ലറാണ്. ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനി ധാരാളം അവസരങ്ങളുണ്ടാവട്ടെ, നേട്ടങ്ങൾ കൊയ്യട്ടെ എന്ന് നമുക്ക് അദ്ദേഹത്തിനും ഇന്ത്യൻ ടീമിനും ആശംസിക്കാം. ഇതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി, നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റൊരു വിഷയവുമായി ഇനി നിങ്ങളെ സമീപിക്കുന്നവരെ നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുക. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്കേവർക്കും നിങ്ങൾക്ക് വിട പറയുന്നു. താങ്ക് യു.